നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. കോട്ടയത്ത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും എറണാകുളത്ത് ബുധൻ, വെള്ളി ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സ്നാക്കിംഗ് അഥവാ ഇടയ്ക്കുള്ള ഭക്ഷണം, സ്നാക്കിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ മലയാളികളുടെ ഫുഡിൽ ശരാശരി എല്ലാവരും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ ഈ 3 ഭക്ഷണമാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് എല്ലാവർക്കും സ്നാക്സ് രാവിലെ ഉച്ചയ്ക്കത്തേൻ്റെ ഇടയിൽ ഒരെണ്ണം, ഉച്ചയ്ക്കത്തെയും വൈകിട്ടത്തെയും ഫുഡിൻ്റെ ഇടയിൽ 4 മണിയാകുമ്പം ചായ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ കടി. ഈ ചെറുകടി, ഇതുപോലത്തെ സംഗതിക്കാണ് സ്നാക്സ് എന്ന് പറയുന്നത്. വിദേശത്ത് അതിനെ സ്നാക്കിംഗ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സ്നാക്കിംഗ്. ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വരുന്ന രോഗികളോട് പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ്, 40 വയസ്സെത്തിയ ഒരു പുരുഷനോ സ്ത്രീയോ കേരളത്തിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് പറയുന്ന എത്ര പേര്? ഒരു 50% ആൾക്കാരും 40 വയസ്സിന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥായിയായ 1-2 രോഗങ്ങളുടെ പിടിയിൽ അവർ ചെന്ന് അമരുകയാണ്. അതിന് മുമ്പായിട്ട് അവർക്ക് ഉണ്ടാകുന്നതാണ് കുടവേർ, പോട്ട് ബിൽ. അതിനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് ഞങ്ങൾ മെഡിക്കൽ ലാംഗ്വേജിൽ പറയും, അല്ലെങ്കിൽ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയും. ഒരു മദർ ഓഫ് ഓൾ ഡിസീസ് എന്നാണ് ഞാൻ പറയുന്നത്. ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം, ക്യാൻസർ, ഇവയ്ക്കുള്ള ആദ്യത്തെ പടിയാണ് കുടവേർ ഉണ്ടാകുന്നത്. ഒരു മുൻ എപ്പിസോഡിൽ, നമ്മളുടെ സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനലിൻ്റെ മുൻ എപ്പിസോഡ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി തന്നെ, അതായത് മെറ്റബോളിക് സിൻഡ്രോമിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിലേക്ക് പോയി അത് കാണാവുന്നതാണ്. ഇന്നത്തെ വിഷയത്തിൽ ഈ സ്നാക്കിംഗ് നമുക്ക് എന്തെല്ലാം ദൂഷ്യങ്ങൾ ചെയ്യും, അതിൽ നിന്ന് എങ്ങനെ മോചനം എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപാദിക്കുന്ന വിഷയം. മനുഷ്യർക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ് ഈ ഇടയ്ക്കുള്ള ഫുഡ്. ആവശ്യമില്ലെന്ന് മാത്രമല്ല, വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകും. ഇന്ന് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ്. 4 പേർ 40 വയസ്സ് കഴിഞ്ഞാൽ 4 പേരെടുത്താൽ ഒരാളുടെ ഡയബറ്റിക് ആണ് ഇവിടെ. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഡയബറ്റീസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ലേറ്ററായിട്ട് എല്ലാ അവയവങ്ങളെയും അത് ബാധിച്ചിട്ട് നമുക്ക് വളരെ ദുഷ്കരമായ ഒരു ജീവിത അന്ത്യം തരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന രോഗമാണ് ഡയബറ്റീസ്. അപ്പോൾ ഈ സ്നാക്കിംഗ്, ഇടയ്ക്കുള്ള ഭക്ഷണം, അത് 1-2 ദിവസം 3 ഭക്ഷണം കൂടെ 1-2-3 പ്രാവശ്യം കിട്ടുമ്പോഴെല്ലാം ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറയാറുണ്ട്, ഒരു ബേക്കറി, ഞാൻ ജനിച്ചു വളർന്ന അയ്മനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ മുതൽ കോട്ടയം വരെ വന്ന ഇടയ്ക്ക് ഒരു ബേക്കറി പോലും ഇല്ലായിരുന്നു. കോട്ടയം ടൗണിൽ വന്നാൽ മാത്രമേ 2 ബേക്കറികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരു ഇടറോഡിൻ്റെ ജംഗ്ഷൻ പോലും വേണ്ട, ഓരോ 5 മിനിറ്റ് ട്രാവലും അല്ലെങ്കിൽ ഓരോ 500 മീറ്ററിലും കേരളത്തിൽ ഒരു ബേക്കറി ഉണ്ട്. അവിടെ മുഴുവൻ ഈ നമുക്ക് ആരോഗ്യത്തിനെതിരായിട്ടുള്ള വസ്തുക്കളാണ് അവിടെ വിൽപ്പന നടത്തുന്നത്. എല്ലാ ആരോഗ്യത്തിനെതിരായിട്ട്. ഞാൻ ആളുകൾ തമാശ, ഇത് ബോംബാണ്, ഇതെല്ലാം നമ്മൾ ഈ ബോംബാണ് വിഴുങ്ങുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊട്ടി നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്താണ് ഈ സ്നാക്സ് നമ്മളിടയ്ക്ക് കഴിച്ചാലുള്ള കുഴപ്പം? അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ സ്നാക്സ് കഴിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഒരു റിലാക്സേഷൻ മൂഡിൽ നമ്മളങ്ങ് കഴിക്കുകയാണ്. 4 മണിക്ക് എല്ലാവരും കൂടെ പോകുന്നു, അപ്പോൾ അതിനോട് കൊതി തോന്നുന്നു, അത് കഴിക്കുന്നു. 2, ഈ ബ്ലഡ് ഷുഗറിൻ്റെ വേരിയേഷൻ കൊണ്ട് നമുക്ക് കൂടുതൽ വിശപ്പുണ്ടാകുന്നു, അന്നേരം നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊരു തോന്നലുണ്ടാകുന്നു, അത് കഴിക്കുന്നു. 3, മാനസിക സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, പ്രത്യേകിച്ച് ഡിപ്രഷനുള്ളവർ തിന്നിട്ടാണ് അവരെന്തോ സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഉള്ളപ്പോൾ അന്നേരം വണ്ണം ഇങ്ങനെ വെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മധ്യഭാഗത്ത് വണ്ണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ചിലർ ക്ഷീണം അകറ്റാൻ വേണ്ടി ഒരു ചായയും കുടിച്ചു, എന്തെങ്കിലും സ്നാക്സ് തൽക്കാലത്തിന് പോവും, പിന്നെ അതിനെ കഴിഞ്ഞ് വലിയ ക്ഷീണത്തിലേക്ക് നമ്മൾ ചെന്ന് പെടുകയാണ്. പല കാരണങ്ങൾ, അല്ലെങ്കിൽ സോഷ്യലൈസിങ് എന്ന് പറയും. ഫ്രണ്ട്സുമായിട്ട് പോകുന്നു, അവരോട് സംസാരിക്കാനൊരു വേദി, ആ കൂട്ടത്തിൽ നമ്മളൊരു എക്സ്ക്യൂസായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിക്കുകയാണ്. ഫ്യൂച്ചറായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ഡിപ്പോസിറ്റ് നമ്മൾ കൊടുക്കുകയാണ് ഈ സ്നാക്സ് കൂടുതൽ കഴിക്കുന്നതോറും. ഈ സ്നാക്സ് ഓരോ പ്രാവശ്യം കഴിക്കുന്ന, ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഒരു മീറ്റർ കാണിക്കുന്ന ഒരു മീറ്റർ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഒരു സ്നാക്സ് എടുക്കുക, ഒരു കേക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വറുത്ത സാധനം, ഇതെല്ലാം എടുക്കുമ്പോൾ അതിലെ സ്റ്റാർച്ചിൻ്റെ അംശം ബ്ലഡിൽ കയറുമ്പോൾ ഇൻസുലിൻ ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത് ഈ സൂചി കിടന്ന് അടിക്കുകയാണ്. ഇൻസുലിൻ കൂടുന്നു, കുറയുന്നു, ഇൻസുലിൻ കൂടുന്നു. അവസാനം ഇതിനെ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. ഈ ഹൈപ്പർ ഇൻസുലിനീമിയ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നത്. ഡയബറ്റീസ് വരുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇയർലി ഡയബറ്റിക്, അതായത് ബ്ലഡ് ഷുഗർ 100 അടുത്തെത്തി, 110 നമ്മൾ HbA1c എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 6-6.5 ആയി. ഇതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇതൊരു സ്ഥായിയായ രോഗമാണ്. ഇൻസുലിൻ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു വലിയ രോഗങ്ങളുടെ തുടക്കമാണ്. വെറും ഷുഗർ കൂടുന്നത് മാത്രമല്ല,
നമ്മുടെ എല്ലാ അവയവങ്ങളും, കിഡ്നി, ലിവർ, ഹാർട്ട്, ബ്രെയിന് അല്ലെങ്കിൽ കണ്ണ്, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഇന്നത്തെക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രോഗമായിട്ട് മാറുകയാണ്. ഈ സ്നാക്സ് അതിനകത്ത് ഏറ്റവും വലിയ ദൂഷ്യം ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്നാക്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരു ക്ഷീണമാണ് എപ്പോഴും അതിൻ്റെ പരിണിത ഫലം. കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് ക്ഷീണമാണ് ഉണ്ടാകുന്നത്, ഉന്മേഷക്കുറവാണ്, നമ്മുടെ മൂഡ് ഓഫാകും, മൂഡ് ഡിസ്റ്റർബ്ഡ് ആകും. കാരണം ഇൻസുലിൻ്റെ ഏറ്റക്കുറച്ചിൽ നമ്മുടെ മൂഡിനെയും ബാധിക്കും. അതനുസരിച്ച് ഗ്ലൂക്കോസിന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും, സ്റ്റഡി ആയിട്ട് നിൽക്കുകയില്ല. ഇതെല്ലാം നമുക്ക് രോഗാവസ്ഥയിലേക്ക് നമ്മൾ നയിക്കും. ഇതെല്ലാം ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ ആ സമ്പൂർണ്ണതയെ ബാധിക്കും. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഡോക്ടറെ എങ്ങനെയാണ് ആരോഗ്യത്തോടെ ജീവിക്കേണ്ടത്? അപ്പോൾ പലരും എന്നെ റോൾ മോഡലായിട്ട് കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്, എന്നെ 20 വർഷമായിട്ടൊക്കെ അറിയുള്ളൊരു ഡോക്ടറെ എങ്ങനെ ഇത്രയും ആരോഗ്യം? ഞാൻ ഇതൊരു ശാസ്ത്രീയമായ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കിട്ടുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ പുറകിൽ ഒത്തിരി സയൻസ് ഉണ്ട്. വളരെ ചിട്ടയായിട്ടുള്ള ജീവിതം. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും, എൻ്റെ മകനും എൻ്റെ വൈഫും, ഞങ്ങളെല്ലാവരും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ കൂടിയാണ് പോകുന്നത്. എൻ്റെ ചികിത്സയിലുള്ള വളരെയധികം രോഗികൾ ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പലരും ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉടനെ വെയിറ്റ് ലോസ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. അതിൻ്റെ പ്രയോജനം കേട്ടാൽ നമ്മൾ കോരിത്തിരിച്ചു പോകും. അതായത് ഏറ്റവും പ്രധാനം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടെ നമുക്ക് നമ്മുടെ യുവത്വം നിലനിർത്തുന്നൊരു ഹോർമോണുണ്ട്, ഗ്രോത്ത് ഹോർമോൺ. അതിൻ്റെ ഉൽപ്പാദനം വേണ്ട 2000% ആണുങ്ങളിലും 1500% സ്ത്രീകളിലും കൂടും എന്നുള്ളതാണ്. അത് ഏത് പ്രായത്തിലുള്ളവർ നമുക്ക് ആ ഉന്മേഷം ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡയബറ്റീസിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ നേരെ താഴേക്ക് വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ആ ടെൻഡൻസി പാടെ മാറിപ്പോകും. അപ്പോൾ സ്നാക്കിങ്ങിൽ നിന്ന് വിട്ട് നിങ്ങൾ അത് കുറച്ച് 3 നേരത്തെ ഭക്ഷണവും കുറച്ചിട്ട് 2 നേരത്തെ ഭക്ഷണമാക്കാമെങ്കിൽ, എന്നിട്ട് 6 മണിക്കൂറിനകം 2 നേരത്തെ ഭക്ഷണം, പിന്നെ 18 മണിക്കൂർ ബോഡിയെ ഫാസ്റ്റിങ്ങിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ വിവരിക്കാൻ പാടില്ലാത്ത അത്രയും ഒരു സന്തോഷകരമായ ആരോഗ്യവും സന്തോഷകരമായ ഒരു മനസ്സും നമ്മുടെ എല്ലാ സംഗതികളും നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കിട്ടും. സ്നാക്കിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഒരു ഓഫീസിൽ തന്നെ ഒരാൾക്കൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ആണ്, അല്ലെങ്കിൽ ഒരാൾ റിട്ടയർമെൻ്റ് ആണ്, ഒരാൾ പുതുതായിട്ട് ജോയിൻ ചെയ്യും. ഇതിനെല്ലാം ആൾക്കാർ ഭക്ഷണം കഴിക്കുകയാണ്. ആഘോഷം എന്ന് പറയുന്നത് ഭക്ഷണമായിട്ട് മാറി. അവിടെ ഒരു തമാശ പറയുകയോ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുകയോ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ടോക്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഒരു സൈറ്റ് സീയിങ് ട്രിപ്പിന് പോകുകയൊന്നുമില്ല. സൈറ്റ് സീയിങ്ങിന് പോയാലും പോകുന്ന വഴിക്ക് മുഴുവൻ തീറ്റയാണ്. എന്തോ ഒരു സംസ്കാരത്തിൽ കൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകുകയുള്ളൂ, രോഗാവസ്ഥയിലേക്കുള്ള നമ്മുടെ മാറ്റം കുറയുള്ളൂ. ഏറ്റവും പ്രധാന രോഗം ഡയബറ്റീസ് തന്നെയാണ്. പിന്നെ ഞാനൊരു മുൻ എപ്പിസോഡിൽ പറഞ്ഞു, നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കൂടുതൽ കഴിക്കുന്തോറും നമ്മുടെ കുടലിൽ വളരുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് ഗുണം ചെയ്ത ബാക്ടീരിയകളുടെ ഉൽപ്പാദനവും കുറയും, വറപൊരി സാധനങ്ങൾ. അതിന് പകരം നിങ്ങൾ ഈ സ്നാക്കിങ്ങിന് പകരം അല്പം സാലഡ് കഴിച്ചു നോക്കും. ഞാൻ 2-3 സെർവിങ് സാലഡ്, നമുക്ക് ക്യാരറ്റ് ഉണ്ട്, കോവയ്ക്കയുണ്ട്, ലെറ്റ്യൂസ്, ബ്രോക്കോളി, അല്പം അതിനകത്ത് വലിയ കുഴപ്പമില്ലാതെ അല്പം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലോ ചേർത്ത് ഫാറ്റും വെജിറ്റബിളും കൂടെ ഫൈബറും കൂടെ അവിടെ ചെല്ലുമ്പോൾ അപ്പിറ്റൈറ്റ് തന്നെ കുറയും. അപ്പോൾ നമുക്ക് വിശപ്പ് കുറയുമ്പോൾ തന്നെ നമ്മൾ അധികം ഭക്ഷണം കഴിക്കില്ല, സ്റ്റാർച്ച് കുറയും. ഇതെല്ലാം നമ്മുടെ ആരോഗ്യാവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്നാക്കിങ് കുറച്ച് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. സാധിക്കുന്നവർക്ക് നമ്മുടെ മുൻ എപ്പിസോഡിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 40-45 കഴിഞ്ഞാൽ ആരോഗ്യമായിരിക്കട്ടെ നിങ്ങളുടെ മെയിൻ അജണ്ട ഇൻ ലൈഫ്. ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കുക, അല്ലാതെ ഫുഡ് കഴിച്ചല്ല ആസ്വാദനമല്ല. ആരോഗ്യത്തോടെ നിങ്ങൾ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്നൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ മടങ്ങുക. നിങ്ങളും കുടുംബാംഗങ്ങളും അതിലേക്ക് വന്നാൽ ഈ ജീവിതത്തെ ഒരു ആഘോഷമാക്കി, അതായത് ആരോഗ്യം കൊണ്ട് ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ അറിവ് കൊടുക്കുക. നന്ദി, നമസ്കാരം.